ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഞാനിവിടെ 2 പൈൽ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം 3 തവണ ശ്വാസം വലിച്ച് വിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു പൈൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു പൈൽ സെലക്ട് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത്, നിങ്ങളുടെ വ്യക്തിയായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഈ വ്യക്തിയുടെ നിങ്ങൾ അറിയാതെ പോയ രഹസ്യങ്ങളും ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസും അങ്ങനെയുള്ള ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ ഏത് പൈലാണ് ചൂസ് ചെയ്തത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളും രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഫസ്റ്റ് പൈൽ, ഈ ഒരു പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ്. നമ്പർ ഫസ്റ്റ്, നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ്, ഈ വ്യക്തി നിങ്ങൾ പോലും അറിയാത്ത ആ വ്യക്തിക്കുള്ള ഹിഡൻ സീക്രട്ട് കാര്യങ്ങൾ, സിറ്റുവേഷൻസ്, അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ വ്യക്തി ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഈ വ്യക്തി ഒരു ന്യൂ ബിഗിനിങ്സ് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ലൈഫിൽ നിന്നും പുതിയൊരു തുടക്കം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. മേ ബി പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം, പുതിയ കരിയർ ആയിരിക്കാം, പുതിയ ഫിനാൻസ് ആയിരിക്കും. കുറേയധികം പ്രശ്നങ്ങൾ തരണം ചെയ്തതിന് ശേഷം ഈ വ്യക്തി വേറൊരു സിറ്റുവേഷനിലോട്ട് കടന്നു പോകുന്ന ഒരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരു യാത്രയിലോട്ട് പോകുന്ന ഒരു ടൈമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തിയുടെ ആഗ്രഹങ്ങളൊക്കെ, ഈ വ്യക്തി ഭയങ്കരമായിട്ടും ആഗ്രഹിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ആഗ്രഹങ്ങളൊക്കെ ഭയങ്കരമായിട്ടും ഹാർഡ് വർക്ക് ചെയ്ത് ഓരോരോ ആഗ്രഹങ്ങളായിട്ട് അച്ചീവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ഭയങ്കരമായിട്ടുള്ളൊരു ഇമോഷണൽ വിഡ്രോവലിൽ പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. മേ ബി ഫിനാൻഷ്യൽ ആയിരിക്കാം, മേ ബി ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മെമ്മറീസ് ഓഫ് ലവ്, നിങ്ങളുടെ റിലേഷനെ കുറിച്ച് ഈ സമയം ഓർക്കുന്നതായിരിക്കാം. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പാസ്റ്റിനെ കുറിച്ച് വ്യക്തി ഭയങ്കരമായിട്ടും ഓർക്കുന്നുണ്ട്, ഭയങ്കരമായിട്ടും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ടും ചലഞ്ചസ് ഫേസ് ചെയ്തുകൊണ്ട് അടിച്ച് അണ്ണാക്കി കിട്ടിയ സിറ്റുവേഷൻ ആയിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കുറച്ചധികം ആൾക്കാരുടെ സിറ്റുവേഷൻസ് ഭയങ്കര കർമ്മ റിലേറ്റഡ് ആയിട്ട് കൊണ്ടുപോകുന്ന സിറ്റുവേഷൻസ് ആയിരുന്നു. സീരിയസ്ലി ഞാൻ പറയാം, കർമ്മ റിലേറ്റഡ് ആണ്. കർമ്മ റിലേറ്റഡ് ആണെന്ന് പറയുമ്പോഴത്തേക്കും ചെയ്ത കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടും റിട്ടേൺ അടിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്തൊരു എക്സാമ്പിൾ, ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, റിലേഷൻഷിപ്പ് ബേസിൽ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കുകയാണ്, എനിക്ക് മാത്രം ഇത്തരം പ്രശ്നങ്ങൾ, എനിക്ക് മാത്രം ഇത്തരം സിറ്റുവേഷൻസ് വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാണ് നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഈ ഭൂമി ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അൾട്ടിമേറ്റ് മിൽക്കി വേയിൽ ഈ ഭൂമി ഇപ്പോഴും കറങ്ങിക്കൊണ്ട്, ഞാൻ ഈ പറഞ്ഞ സെക്കൻഡിലും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷെ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മളെ കറക്കാണ്ട് എല്ലാവരുടെയും കാര്യങ്ങളിലോട്ട് ഒരു കണ്ണുണ്ട്. ഇപ്പോഴും ഡിവൈന് എല്ലാവരുടെയും കാര്യത്തിലോട്ട് ഒരു കണ്ണുണ്ട്. അതേപോലെ തന്നെ ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നമ്മളെ കറക്കാണ്ട് ഇത്രയും അടിപൊളിയായിട്ട് പിടിച്ചു നിർത്താൻ ഡിവൈന് പറ്റുമെങ്കിൽ ഈ പറയുന്ന കർമ്മ റിട്ടേൺ അടിക്കാനും ഈ പറയുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനും അവർക്ക് അടിപൊളിയായിട്ട് പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള സിറ്റുവേഷൻ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടും ഇമോഷണൽ വിഡ്രോവൽ, ഇമോഷണൽ ഭയങ്കരമായിട്ടും നെഗറ്റീവ് സിറ്റുവേഷനിൽ വന്ന് നിൽക്കുന്ന ഒരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് കാർമിക് ആയിട്ടുള്ള, അതായത് ഈ വ്യക്തി എന്ത് കാര്യങ്ങളാണോ ചെയ്തത്, ഈ വ്യക്തി എന്തൊക്കെ സിറ്റുവേഷനിലൂടെയാണോ നിങ്ങളെ കൊണ്ട് കറക്കിയത്, ആ ഒരു സിറ്റുവേഷനിലൂടെ ഒക്കെ ഈ വ്യക്തി നിങ്ങളെ, അല്ലെങ്കിൽ ഈ വ്യക്തി കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലാണ് കാണാൻ പറ്റും. ചലഞ്ചസ് ഫേസ് ചെയ്തിട്ട് ഈ വ്യക്തിക്ക് അങ്ങോട്ട് പോവാൻ പോലും പറ്റുന്നില്ല. അതായത് കുറെ അധികം ചലഞ്ചസ് ഫേസ് ചെയ്ത് ഈ വ്യക്തി കുറെ അധികം പ്രശ്നങ്ങളും നെഗറ്റീവ്സ് ഈ വ്യക്തിയുടെ ലൈഫിലോട്ട് വന്നതിന് ശേഷം ഈ വ്യക്തിയുടെ ഫ്രണ്ടിലുള്ള പാലം അല്ലെങ്കിൽ ഫ്രണ്ടിലുള്ള റോഡ് തന്നെ ഇടിഞ്ഞു പോയതിനു ശേഷം വ്യക്തിക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് പോയി നിൽക്കുന്ന ഒരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, എന്താണ് ഈ സമയത്ത് നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, ഈ സമയത്ത് നിങ്ങളെ ചിന്തിക്കുന്നും ഉള്ളതായിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. പക്ഷെ ഈ സമയത്ത് ഇമോഷണൽ വിഡ്രോവലേ വരുള്ളൂ. എത്ര ചിന്തിച്ചു കഴിഞ്ഞാലും ഇമോഷണലി നമ്മൾ ഡൗൺ ആയി, അയ്യോ വേണ്ടായിരുന്നു, അന്ന് ചെയ്ത എന്തൊക്കെ സിറ്റുവേഷൻസ് ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോയി എന്നേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. പക്ഷെ കൊണ്ടുപോകുന്ന സിറ്റുവേഷൻസിൽ പഞ്ചഭൂതങ്ങൾക്ക് മനസാക്ഷി എന്ന് പറയുന്ന സാധനം ഇല്ല, കർമ്മയ്ക്ക് മനസാക്ഷി എന്ന് പറയുന്ന സാധനം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അലട്ടിക്കൊണ്ടിരിക്കും. അത് ന്യൂ ബിഗിനിങ്സ് ആകുമ്പോഴത്തേക്കുമാണ് 0 തൊട്ട് സ്റ്റാർട്ടിങ് ചെയ്യേണ്ടി വരും. അപ്പം ഇത് കാണുന്ന കുറെ അധികം ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ടും ആശ്വാസം ഉണ്ടായിരിക്കും. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു കുറച്ചധികം വ്യക്തികളുടെ സിറ്റുവേഷൻസ് ഒക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം അങ്ങനത്തെ കുറച്ചധികം ടൈം എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്.
നമുക്കിനി ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവങ്ങളിലോട്ട് പോവാം. എന്താണ് സംഭവം, ഏതാണ് സംഭവം. കാർമിക്കാണ് കേട്ടോ. കാർമിക്കാണെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. കാർമിക് എന്ന് പറയുമ്പോഴത്തേക്കും ഈ മനസാക്ഷി കാര്യങ്ങളൊന്നും ഇല്ല കാർമിക്കിന്. ഓക്കെ, അവരെ സംബന്ധിച്ച് അവർക്ക് എന്താണ്, അവരുടെ ഈ ലോകം ഭരിക്കുന്ന ഈ ഭൂമി കൺട്രോൾ ചെയ്യുന്ന കുറച്ച് ഓണേഴ്സ് ഉണ്ട്. ദൈവം, ഓണേഴ്സ് എന്നൊക്കെ പറയാം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഫയൽ ഞാൻ എന്താ നിങ്ങളെ മുന്നിൽ വെച്ചാണ് സിറ്റുവേഷൻ എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ കാട കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. ഇല്ലെങ്കിൽ വിചാരിക്കും ഞാൻ ഓക്കെ. പ്രശ്നങ്ങളിലൊക്കെ നിങ്ങൾ ഡയറക്റ്റ് കണ്ടോ? സിറ്റുവേഷൻസ് ഒക്കെ ഭയങ്കര ഡാർക്കാണോ? ഭയങ്കര ഡാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സിറ്റുവേഷനോട് കടന്നു പൊക്കിക്കൊണ്ടിരിക്കുക. ഇനി എന്താ ചെയ്യാൻ പറ്റുക? ഇനി എന്താ ചെയ്യാൻ? ഞാൻ പറഞ്ഞില്ലേ, കർമ്മ റിലേറ്റഡ് നിങ്ങൾ ഒരു വർഷം ഫുൾ അനുഭവിച്ചിരുന്നുണ്ടെങ്കിൽ ആ വർഷത്തിന് ശേഷം 2024 നിങ്ങൾക്ക് ബാഡ് ഡേയ്സ് ആയിരിക്കും. പക്ഷെ 2025 കയറുന്ന സമയം തൊട്ട് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ആയിരിക്കും. അതാണ് യൂണിവേഴ്സൽ. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് പറഞ്ഞുതരാം എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത്, ഏതാണ് നിങ്ങളുടെ റിലേഷൻ ബേസിലാണ് നിങ്ങൾ നോക്കാനുള്ളത്. നിങ്ങൾ ഇതിനകത്ത് നോക്കി നിങ്ങൾക്ക് തന്നെ ഈ ഫോട്ടോ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഓൾറെഡി ഇനി അവർക്ക് ഒന്നിനും വയ്യ, കെട്ടും പാണ്ടവും പുടക്കി എങ്ങോട്ടെങ്കിലും പോയാൽ മതി. അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിലാണ് ഈ വ്യക്തി നിൽക്കുന്നത്. ഭയങ്കരമായിട്ടും നെഗറ്റീവാണ്. കൂടെ ഉള്ള ആൾക്കാരെ തന്നെ ഭയങ്കരമായിട്ടും ദ്രോഹിച്ചതിന്റെ കുറെ അധികം നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഭയങ്കരമായിട്ടും എന്താ പറയാ, അൾട്ടിമേറ്റ് നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ്, എവിടെയും നിൽക്കാൻ പറ്റാത്ത, എത്ര വലിയ മല കയറി എന്ന് പറഞ്ഞാലും, എത്ര വലിയ ലൈറ്റപ്പ്, എത്ര വലിയ സംഭവം ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും, എന്തൊക്കെ പൈസ നേടി എന്ന് പറഞ്ഞാലും ഉണ്ടാക്കിയതൊക്കെ നഷ്ടങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് നെഗറ്റീവ്സ് ആണ്. അതായത് കൂടെ നിൽക്കുന്ന ആൾക്ക് വരെ പണി കൊടുക്കുക എന്ന് നമ്മൾ പറയും. കൂടെ നിൽക്കുന്ന ആൾക്കാരെ വരെ പണിഞ്ഞു കഴിഞ്ഞുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ കർമ്മ റിലേറ്റഡ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ്സ് ആണ്. ഈ കർമ്മയ്ക്ക് മനസാക്ഷി ഇല്ലാത്തത് കൊണ്ട് തന്നെ കിടന്നുറക്കത്ത് പോലും ഇല്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേക്കും ദുസ്വപ്നങ്ങളും പ്രശ്നങ്ങളും നെഗറ്റീവ്സും നിങ്ങൾ അനുഭവിച്ച അതേ സിറ്റുവേഷനിലൂടെ ഈ വ്യക്തി കടന്നു പോകുന്ന സിറ്റുവേഷൻ. ഇറ്റ്സ് ലൈക്ക് എ കർമ്മ. ചിന്തകൾ കൊണ്ടായിരിക്കാം, സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കാം, നെഗറ്റീവ്സ് കൊണ്ടായിരിക്കാം, പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. അപ്പം പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും നോക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ പ്രശ്നങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. സിറ്റുവേഷൻസ് ഡാർക്കാണ്. ഇനി എവിടെ ആണെങ്കിൽ പോലും, എന്താണെങ്കിൽ പോലും, നിങ്ങളുടെ അടുത്ത് വന്നാൽ പോലും ആ കർമ്മ റിലീസ് ആക്കാണ്ട് പോവാൻ നടക്കത്തില്ല. കർമ്മ റിലീസ് ആക്കാണ്ട് ഒരാൾക്കും ഈ ഭൂമി വിട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ 100% ഉറപ്പാണ്. നിങ്ങളുടെ സാധനം ഈ ലോകത്ത് വന്നിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ ഇവിടെ വന്ന് കരഞ്ഞ്, ഈ ഭൂമിയിൽ വന്ന് കരഞ്ഞിട്ടുണ്ട് സാധനത്തിന് വേണ്ടി, നിങ്ങൾക്ക് ആ സാധനം കിട്ടിയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനും വലിയൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള എന്തോ ഒരു സാധനം നിങ്ങൾക്ക് വരാനിരിക്കുന്നു, ബ്ലെസ്സിങ്സ് വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അല്ലാണ്ട് നിങ്ങളെ യൂണിവേഴ്സിൽ നിന്ന് ഇവർ ഇറക്കി വിടത്തില്ല. ഈ ഭൂമി വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും സാധനം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ പറയുന്ന ഓണേഴ്സ്, ഈ ഭൂമിയുടെ ഓണർ നിങ്ങൾക്ക് തന്നിരിക്കും. അത് ഞാൻ 100% ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, ഗ്യാരണ്ടിയാണ്. ഓക്കെ, ഐ തിങ്ക് എനിക്ക് തോന്നണ് പഴയ കാര്യങ്ങളൊക്കെ മറന്നിട്ട് പുതിയ പുതിയ കാര്യങ്ങളിലോട്ട് മേ ബി ഇനി നിങ്ങളുടെ ലൈഫിലോട്ട് ഈ വ്യക്തി തിരിച്ച് കടന്നു വരാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്താ പറയാ, യൂണിവേഴ്സൽ സ്പിരിച്വാലിറ്റിയിൽ കയറ്റാൻ വിധിക്കപ്പെട്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികൾ യൂണിവേഴ്സൽ സ്പിരിച്വാലിറ്റിയിൽ കയറ്റാൻ പറ്റുന്ന വ്യക്തി, അവരെന്നിട്ട് ടാറോട്ട് റീഡിങ് കാണാൻ വരേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ വരട്ടെ, ടാറോട്ട് റീഡിങ് കാണാൻ അവർ വരട്ടെ. ഓക്കെ, അപ്പോൾ ഇനി അവരും വന്നിരുന്നോളും ടാറോട്ട് റീഡിങ് കാണാനും. അപ്പൊ ഞാൻ പറഞ്ഞത് 2024 നിങ്ങൾക്ക് ബാഡ് ഡേയ്സ് ആയിരിക്കും. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് 2025 നിങ്ങൾക്ക് ഭയങ്കര ബ്ലെസ്സിങ്സ് ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ നിങ്ങളുടെ റിലേഷൻ വെച്ച് ഞാൻ നോക്കും, നിങ്ങൾക്ക് ഫസ്റ്റ് കാർഡും കണ്ടു, സെക്കൻഡ് കാർഡും കണ്ടു. അതിൽ എനിക്ക് ഒന്നും പറയാനില്ല. ഞാൻ കാർഡാണ് നിങ്ങൾ കാണിച്ചിരുന്നത്, അതിലും കാണിച്ചിരുന്നു, ഇതിലും കാണിച്ചിരുന്നു. കർമ്മ റിലേറ്റഡ് ആണ്, പ്രശ്നങ്ങളാണ്, സിറ്റുവേഷൻസ് ആണ്. അവർ പുതിയ ലൈഫിലോട്ട് പോവുകയാണ്, ന്യൂ ബിഗിനിങ്സ് ആണ്. മേ ബി ഇപ്പൊ ഇതിനകത്ത് കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിനി പുതിയ പുതിയ മേച്ചിൽ പടികൾ തേടി നടന്നു തുടങ്ങുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. പഴയ കാര്യങ്ങളൊന്നും ഇനി അവർക്ക് ഓർമ്മ പോലും കാണത്തില്ല. പഴയ റിലേഷൻഷിപ്പാണ്. ഈ പഴയ റിലേഷൻഷിപ്പൊക്കെ ഇവിടെ പോയി നശിച്ചു, അവര് നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഇത് കിടന്ന് ഇനി അവർക്ക് ഇതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. എത്ര വലിയ തീയെന്ന് പറഞ്ഞാലും വെള്ളത്തിലാ കൊണ്ടിട്ടേക്കുന്നത്, അതണഞ്ഞ്.
ഓക്കെ, അതാണ് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇനി പോകുന്നത് സൂര്യനെ തേടിയിട്ടാ. സൂര്യൻ എവിടാ? സൂര്യനെ തേടി പോവാം. ഈ ചെറിയ തീയൊന്നും ഇനി പറ്റത്തില്ല, ഇനി വലിയ തീയിലോട്ട് പോകണം. അപ്പൊ വലിയ തീ എന്ന് പറയുമ്പോഴത്തേക്കും ലോകത്തിലെ ഏറ്റവും വലിയ തീ സൂര്യനാണ്. അപ്പൊ അങ്ങോട്ട് തന്നെ ചെന്ന് കയറിക്കോളൂ, അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഓക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് യൂണിവേഴ്സൽ ഞാൻ ഇത് പറയുന്ന സിറ്റുവേഷൻസ് എന്റെ ഉള്ളിൽ ഓരോ ക്യാരക്ടർ കയറിയിട്ട് യൂണിവേഴ്സൽ ആയിട്ട് നിങ്ങൾക്ക് തരുന്ന ഓരോ മറുപടിയാണ്. ഓക്കെ, നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് ഞാൻ വഴി തരുന്നു, അത്ര നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഓക്കെ, അതിന് ഞാൻ സന്തോഷിക്കത്തില്ല. കർമ്മയസ് ഞാൻ പറഞ്ഞു, കർമ്മയസ് ബൂമറ, കർമ്മയസ് ഒരു മനസാക്ഷി ഇല്ല കർമ്മയ്ക്കൊന്നും. എനിക്കിത് പറയുമ്പോഴും ഒരു മനസാക്ഷി തോന്നുന്നില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, പക്ഷെ മറ്റുള്ളവരെ വേദനിപ്പിക്കണം എന്നുള്ള സിറ്റുവേഷൻസ് ഇല്ല. നിങ്ങൾ ഒരു പക്ഷെ വേദനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ള മറുപടി അവർക്ക് കിട്ടട്ടെ. നോ സീൻ. അവർ ആരാണെന്നുണ്ടെങ്കിലും, എത്ര വലിയ പണക്കാരനാണെങ്കിലും, എത്ര വലിയ അഹങ്കാരം പിടിച്ച് തലയ്ക്ക് പിടിച്ച ആളാണെന്നുണ്ടെങ്കിലും, ചെറിയ ചെറിയ കാക്കയായും പൂച്ചയായും എന്താ പറയാ വവ്വാലായിട്ടും ഒക്കെ വരും. കർമ്മ റിലേറ്റഡ് ആണെങ്കിൽ കാക്കയായും പൂച്ചയായൊക്കെ പിച്ചാത്തിയും കൊണ്ട് വന്ന് അറുത്തു തുടങ്ങും. ഓക്കെ, അപ്പൊ ഇത് കണക്ക് ഇങ്ങനെ ഇരിക്കേണ്ടി വരും സിറ്റുവേഷൻസ് ഡാർക്ക് ഒക്കെ ആയിട്ട്. കണ്ട തുമ്പിയൊക്കെയാണ് വന്നിട്ട് പണി കൊടുത്തിട്ട് പോകുന്നത്, ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. അത്രയും വലിയ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോയിക്കുന്നത്. പക്ഷെ രാജാവ് തന്നെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. വലിയ ആള് തന്നെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്ന സിറ്റുവേഷൻ ഭയങ്കര വലിയ സെറ്റപ്പിലേക്കാണ് നിൽക്കുന്നത്. പക്ഷെ കർമ്മയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. കർമ്മ റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻസിലൂടെ കൊണ്ടുപോയി ഡാർക്കിലാക്കും. ഓക്കെ, അപ്പം ഇത് ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇറ്റ്സ് ലൈക്ക് സ്പിരിച്വാലിറ്റി. ഇറ്റ്സ് ലൈക്ക് എന്താ പറയാ, ഫീൽ ചെയ്യേണ്ട കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളും ഊഞ്ഞാലാട്ടിയ സുഖമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കർമ്മയൊക്കെ വല്ലപ്പോഴും കിട്ടിത്തെളിയണം. എങ്കിൽ മാത്രമേ ആ സുഖമൊക്കെ കിട്ടത്തുള്ളൂ. ആ സുഖം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ ലൈഫിൽ ഇങ്ങനത്തെ കുറച്ച് സുഖങ്ങളുണ്ടെന്ന്. ബാക്കി സുഖങ്ങൾ തേടി പോകുമ്പോഴത്തേക്കും ഇങ്ങനെയും കുറച്ച് സുഖങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും റിയലൈസ് ചെയ്യും. അപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും നമ്മളെ കയ്യിൽ കിട്ടാനുള്ള ഏറ്റവും വലിയ പവർ സ്പിരിച്വാലിറ്റി എന്നൊരു പവറാണ് നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ പയ്യെ ദൈവത്തിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ അടുത്തു തുടങ്ങും. അപ്പൊ അതൊന്നും നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയോ, അല്ലാത്തൊരു സിറ്റുവേഷൻ നമ്മൾ തന്നെയാണ് വലുത്, അതിന് മേളിൽ വേറെ ആരും ഇല്ല, ഇതാണ് മാങ്ങയാണ് തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പാവം, നിങ്ങൾ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, എന്നൊന്ന് മനസ്സിലാക്കുവോ ചേട്ടാ, അല്ലെങ്കിൽ എന്തെന്നൊന്ന് മനസ്സിലാക്കുവോ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് പോകുന്ന സിറ്റുവേഷൻ അവർ നിങ്ങൾ മനസ്സിലാക്കത്തില്ല. പക്ഷെ ഈ സമയത്ത് മനസ്സിലാക്കും. ഓക്കെ, പക്ഷെ ഞാൻ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കരുത്. അത് അവരുടെ ലൈഫാണ്, അവർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ എക്സ്പീരിയൻസ്, അത് ആരായാൽ തന്നെ അവർ എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. നമുക്ക് ഏഞ്ചൽ കാർഡും കൂടെ നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഏഞ്ചൽ കാർഡിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാമല്ലോ. ഓക്കെ, ഏഞ്ചൽ കാർഡുകളോട് ഒന്ന് എടുത്ത് നോക്കി. ഞാൻ സത്യം പറഞ്ഞു ഇന്ന് അയ്യോ അങ്ങനെ ഫസ്റ്റ് ഫയൽ. ഓക്കെ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ഉണ്ടാവണേ എന്നേ പ്രാർത്ഥിക്കത്തുള്ളൂ. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ അത്രയും നാളെ റീഡിങ്ങും കാര്യങ്ങളും കണ്ട വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് റീഡിങ് നിർത്താനുള്ള ടൈം ആയെന്നുണ്ടെങ്കിൽ, കണ്ട് നിർത്താനുള്ള ടൈം ആയെങ്കിൽ, ഓഫ് കോഴ്സ് നിങ്ങൾ നിർത്തേണ്ട ടൈം ആയെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നിർത്തി നിങ്ങളുടെ കാര്യം നോക്കി പോകുന്നതായിരിക്കും നല്ലത്. ഐ തിങ്ക് എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഇനി അവരൊക്കെ ഒന്ന് റീഡിങ് കണ്ടോണ്ടിരിക്കട്ടെ. നിങ്ങൾ നല്ല നല്ല റീഡിങ് ആണ്. റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് വേണ്ടാത്ത റിലേഷൻഷിപ്പാണ്, നെഗറ്റീവ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പ് വിടുക എന്നുള്ളതാണ്. അത് റീഡിങ് കണ്ട് അങ്ങനെ ഇരിക്കാൻ നോക്കുക. ഈ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഹെൽത്ത് ഭയങ്കരമായിട്ട് മോശപ്പെട്ട സിറ്റുവേഷനാണ് കാണാൻ പറ്റുക. നെഗറ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പം ആ വ്യക്തിയുടെ ലൈഫിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സൈക്കിക് എബിലിറ്റി, സൈക്കിക് അറ്റാക്ക് കിട്ടുന്നുണ്ട്. റിമൈൻ പോസിറ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഇരിക്കായിരിക്കാം. ഫ്യൂച്ചറിൽ നിങ്ങളുടെ അടുത്തോട്ട് എന്തായാലും അവർക്ക് വന്നേ പറ്റുള്ളൂ. കർമ്മ തീർക്കണം, നിങ്ങളുടെ അടുത്ത് വരും. ടേക്ക് ആക്ഷൻ എടുക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് അവർ എറിഞ്ഞിട്ട് തരും. ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ എറിയും, അപ്പം നിങ്ങളുടെ അടുത്തോട്ട് വരും. ഒന്നേ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ വഴിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അവരായിരിക്കും, അല്ലെങ്കിൽ ഒരു ടേക്ക് ആക്ഷൻ തുടങ്ങും. നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ വേണ്ടി ഒരു ടേക്ക് ആക്ഷൻ എടുത്തു തുടങ്ങും. ഇത് കുറേ അധികം ആൾക്കാരുടെ ലൈഫിൽ 100% കണക്റ്റഡ് ആവും. കുറേ അധികം ആൾക്കാരുടെ ലൈഫിൽ കൂടുതൽ കണക്റ്റഡ് ആവും. കാരണം അത്രയും ബൾക്ക് ഓഫ് എനർജിയാണ് ഞാൻ ഇവിടെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയും ബൾക്ക് ഓഫ് എനർജിയാണ് ഞാനിവിടെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പെട്ടെന്നൊരു ആ ഒരു ക്യാരക്ടർ ഇങ്ങനെ കൈ കിട്ടുന്ന സമയത്ത് എനിക്കങ്ങനെ ഇതുവരെ അങ്ങനത്തെ ഒരു ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇങ്ങനത്തെ ഒരു വലിയ അൾട്ടിമേറ്റ് ആയിട്ടൊരു എനർജി കിട്ടുന്ന കർമ്മയൊക്കെ തീർക്കാൻ പറ്റുന്നത്. പക്ഷെ ഇത് ഇവിടെ എനിക്കിത് മനസ്സിലായത്, ആ ഒരു ക്യാരക്ടർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏത് വ്യക്തിയാണോ, ഈ വ്യക്തിയുടെ നിങ്ങളുടെ കുറേ അധികം ആൾക്കാരുടെ ലൈഫിൽ ഇത് കർമ്മ തീർത്തിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബ്ലെസ്സിങ്സ് ഉണ്ടാവും. ഐ തിങ്ക് എനിക്ക് അങ്ങനെ തോന്നുന്നത്. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ 100% മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഇതിന് പുറമെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക്
സെക്കൻഡ് പൈലിലോട്ട് പോവാം. അടുത്ത പൈൽ എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത രണ്ടാമത്തെ പൈലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ് നമ്മൾ നോക്കാൻ പോകുന്നത്. രണ്ടാമത്തെ പൈൽ എന്താണ് നമുക്ക് നോക്കാം. നമ്പർ 2, രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്ത, അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത നിങ്ങളുടെ വ്യക്തിയുടെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പൈൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് എ മൂവ് ഓൺ സിറ്റുവേഷൻസ്. റിലേഷൻ മൂവ് ഓൺ ആണ്. അടുത്ത റിലേഷൻഷിപ്പിലോട്ട് കയറിയിരിക്കുന്ന ഒരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ വ്യക്തി. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് പുറമെ വേറെ റിലേഷൻഷിപ്പ് ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിക്ക് വേറെ റിലേഷൻഷിപ്പ്, ഒറിജിനൽ ആയിട്ട് റിലേഷൻഷിപ്പ് ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ടൈം മൂവ് ഓൺ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ടൈം കഴിഞ്ഞു, അതുകൊണ്ടാണ് എൻഡ് ആയത്. നിങ്ങളുടെ വ്യക്തി വേറെ ഏതോ ഒരു പാതയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിനെ ഏതോ ഒരു ബ്ലാക്ക് മാജിക്കോ അല്ലെങ്കിൽ ആ വ്യക്തിനെ ഏതോ ഒരു സംഭവം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തി അതിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു വാല്യൂ തരാത്തൊരു സിറ്റുവേഷനിലാണ് കാണാൻ പറ്റുന്നത്. ഗ്രൗണ്ടഡ് ആയിട്ടാണ് ആ വ്യക്തി കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ലൂപ്പ്, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ടൈം എൻഡ് ആയി. അടുത്ത റിലേഷൻഷിപ്പിലോട്ട് ഈ വ്യക്തി കടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ടൈം ആയിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ മൂൺ റിലേഷൻഷിപ്പ് ആണ് കാണാൻ പറ്റുന്നത്. ടൈം എൻഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടാണ് പിന്നെ റിലേഷൻഷിപ്പിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. കരിയർ, ഫിനാൻസ് ആണ് ആ വ്യക്തി ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആരായാലും ആ വ്യക്തി കരിയർ, ഫിനാൻസിലാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെ തന്നെയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അടുത്ത ലൂപ്പ്, അതായത് അടുത്തൊരു സ്റ്റേജിലേക്ക് പോകാനുള്ള ടൈം ഈ ഒരു ഇത് കഴിഞ്ഞ് കുറേ ഹാർഡ് വർക്ക് ചെയ്ത് കുറച്ചധികം സിറ്റുവേഷൻസ് തരണം ചെയ്ത് അടുത്ത പാതയിലോട്ട്, റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഫിനാൻഷ്യൽ കരിയർ, അടുത്തൊരു സ്റ്റേജിലോട്ട് നിങ്ങളുടെ വ്യക്തി കടന്നു പോയിക്കൊണ്ട ടൈം ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അടുത്തൊരു വലിയ റിലേഷൻഷിപ്പ് ഉണ്ടതായിട്ട് കാണാൻ പറ്റുന്ന കുറേയധികം ആൾക്കാരുടെ സിറ്റുവേഷൻസ് കാണാൻ പറ്റുന്നത്. അവർ സിൻസിയർ ആയിട്ട് ഏതൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്, മാനസികപരമായിട്ട് ആ വ്യക്തി വേറൊരു വ്യക്തിയെ സ്നേഹിക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഐ തിങ്ക് തേർഡ് പാർട്ടി ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കാം. ആ വ്യക്തി പോലും വിചാരിക്കാണ്ട് ആ വ്യക്തിക്ക് പോവേണ്ടി വരുന്ന കാര്യങ്ങളായിട്ട് മദർ ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, ബ്ലാക്ക് മാജിക് ആയിരിക്കാം, ഒരു എഫക്റ്റ് ആയിരിക്കാം. അപ്പം ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണാൻ പറ്റുന്നത്. നമുക്കപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ്. സെക്കൻഡ് പൈൽ, ഓക്കെ. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം നടക്കുന്ന സിറ്റുവേഷൻസ് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇപ്പം അവരുടെ ലൈഫിൽ നടക്കുന്ന സിറ്റുവേഷൻ, ആ വ്യക്തി എന്തിൻ്റെയൊക്കെ പിറകിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റീസ്, ഭയങ്കരമായിട്ടും ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു സോൾ കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ തോന്നുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ വ്യക്തിനല്ല സ്നേഹിക്കുന്നത്, ഈ വ്യക്തി ഒരു സോളിനെ ആയിട്ടാണ് സ്നേഹിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ സംസാരിക്കണമെന്നൊന്നുമില്ല. പക്ഷേ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്ന സമയത്ത് നിങ്ങൾക്കൊരു സോൾ കണക്ഷൻ, ഒരു അട്രാക്ഷൻ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തി ഭയങ്കരമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിലോട്ട് ഉള്ളത് എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഭയങ്കരമായ അരോചകമായിട്ടുള്ള സിറ്റുവേഷൻ. നിങ്ങളൊരു മെസ്സേജ് അയക്കുന്നത്, നിങ്ങളുടെ സംസാരം എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ വ്യക്തിയെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് അയച്ചുകൊണ്ട് പോയാലോ, നിങ്ങൾ അങ്ങോട്ട് ഒരു ഹായ് ഇട്ട് കഴിഞ്ഞാലോ ഭയങ്കരമായിട്ട് നെഗറ്റീവ്. പക്ഷെ നിങ്ങൾ എന്താ പറയാ, നിങ്ങളില്ലാത്ത സമയത്ത് ആ വ്യക്തി ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ വിചാരം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഹാപ്പിയാണ്, സന്തോഷമാണ്, ഭയങ്കര ഹാപ്പിനെസ് ആണെന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ആയിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയം പോലും ഇതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തിയുടെ ലൈഫിലോട്ട് കുറച്ചധികം വ്യക്തികൾ ഉള്ളതായിട്ടും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഈ വ്യക്തി കരിയർ, ഫിനാൻസ് തന്നെയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ആ വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ഒരു കരിയർ, ആ വ്യക്തിക്ക് പഠിച്ച് ഇപ്പം നന്നായിട്ട് പാസ്സായി ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ സാധിക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻസിലാണ് ആ വ്യക്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം വ്യക്തികളെ നമുക്ക് വലിയ കുറ്റം പറയാൻ പറ്റത്തില്ല. ആ വ്യക്തിയുടെ ആഗ്രഹം അതായത് കൊണ്ട് തന്നെ ആ വ്യക്തി ഇതിൽ ഫോക്കസ് ചെയ്യുന്നില്ല. ആ വ്യക്തി കരിയർ, ഫിനാൻസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിന് നമുക്കെന്ത് കുറ്റം പറയാൻ പറ്റും? അതങ്ങനെ തന്നെ ആയിക്കോട്ടെ, നല്ല കാര്യം. അടുത്തായിട്ട് നമ്മൾ പറയാനുള്ള, ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടേതായ കഴിവും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ലൂപ്പ് തിരിക്കാനും, ഈ വ്യക്തിയെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ
സെക്ഷൽ അട്രാക്ഷൻ കൂട്ടാനും ഉള്ള കഴിവ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ ഭയങ്കരമായിട്ടും ആ വ്യക്തിയിലോട്ട് അടുപ്പിക്കാൻ ആ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള ഫോക്കസ് ഉള്ള വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ അട്രാക്റ്റഡ് ആക്കാൻ ആ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള കഴിവുണ്ട്. അതേപോലെ തന്നെ ഇമോഷണലി ആ വ്യക്തിക്ക് നിങ്ങളെ പെട്ടെന്ന് നിങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റും. ആ വ്യക്തി ഒന്ന് ചിരിച്ച് അല്ലെങ്കിൽ ആ വ്യക്തി കരഞ്ഞ് കാണിച്ചാൽ ആ വ്യക്തി ഒന്ന് ഇമോഷണൽ ഡൗൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആയിട്ട് നിങ്ങൾ ആ സാധനം ചെയ്തു കൊടുക്കും. കുറച്ച് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി തയ്യാറാവും. കുറച്ച് മെന്റൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ തരും. പക്ഷെ നിങ്ങൾക്ക് ആരെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരും ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യമായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ആ വ്യക്തിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, ആ വ്യക്തിക്ക് എന്തെങ്കിലും സിറ്റുവേഷൻസ് ഡാർക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കാണും. നിങ്ങൾക്ക് വലിയൊരു ഹെൽപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ തയ്യാറാവുന്നില്ല ആ വ്യക്തി. അടുത്തായിട്ട് കാണാൻ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയെ സംബന്ധിച്ച് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള നീഡ്സ്, ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ, ആ വ്യക്തിയുടെ സന്തോഷം, ആ വ്യക്തിയുടെ ഹാപ്പിനെസ് ആണ് ആ വ്യക്തിക്ക് വലുതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ കാര്യത്തിൽ ആ വ്യക്തി ഭയങ്കരമായിട്ടും ഹാപ്പിനെസ് ആണ്. ആ വ്യക്തിയുടെ രാജ്യത്തിൽ ആ വ്യക്തി രാജാവ് തന്നെയാണ്, കിങ് തന്നെയാണ്. അതിൽ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷെ ചില സമയത്ത് ഈ വ്യക്തി ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടും ഡൗൺ സിറ്റുവേഷൻസ്, ചില സമയത്ത് ഭയങ്കരമായിട്ടും നെഗറ്റീവ് സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വ്യക്തിക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത കുറച്ചധികം ടൈമിലോട്ട്, അല്ലെങ്കിൽ എത്തിപ്പിടിക്കാൻ പറ്റാത്ത കുറച്ചധികം സിറ്റുവേഷനിലോട്ട് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തി ആരോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മേ ബി ഫാമിലി ആയിരിക്കാം ഈ വ്യക്തി എടുത്ത് പറഞ്ഞിട്ട് ആ ജോലിക്ക് പോ, ഈ നാട്ടിൽ പോ, അപ്പുറത്തെ സിറ്റുവേഷനിൽ പോയി, ഇപ്പുറത്തെ നോക്ക്, കല്യാണം നോക്ക്, അത് നോക്ക്, മാങ്ങ നോക്ക്, തേങ്ങ നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തിക്ക് അതിനുള്ള കഴിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിവുണ്ട്. പക്ഷേ അത്രത്തോളം ഈ വ്യക്തിക്ക് അതിലോട്ട് എത്തിപ്പെടാനുള്ള ഡിവൈൻ സപ്പോർട്ട് ഉണ്ട്. പക്ഷേ അത് എത്തിപ്പെടുമോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യങ്ങളാണ് ആ ഒരു സിറ്റുവേഷനിൽ. മേ ബി ഫിനാൻഷ്യൽ ആയിരിക്കാം, അത്രത്തോളം കരിയർ ബിൽഡ് ചെയ്ത് നിൽക്കാനുള്ള ഒരു പവർ ഉള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അതിലോട്ട് പോകണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ ചില ആൾക്കാരുടെ സിറ്റുവേഷൻസ് എന്ന് പറയുന്ന സമയത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ടൈമായിട്ടാണ് കാണാം. ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ടും ആവശ്യമുള്ള ഒരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. കുറച്ചധികം ആൾക്കാരുടെ സിറ്റുവേഷൻ ഭയങ്കരമായിട്ടും ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ, അതായത് ആരുമില്ല, ഒറ്റയ്ക്ക് നിന്നിട്ട് ഭയങ്കരമായിട്ടും സഫർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ടും നെഗറ്റീവ്സ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്ന് വെച്ചാൽ കുറച്ചധികം വ്യക്തികൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. കുറച്ചധികം വ്യക്തികൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പക്ഷേ കരിയർ എന്തുകൊണ്ട് ഇങ്ങനെ നന്നാവുന്നില്ല, കരിയർ എന്തുകൊണ്ട് ബെറ്റർ ആവുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് അന്താളിച്ച് നിൽക്കുകയാണ്. ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്ന, ഹാപ്പിനെസ് ആയിട്ട് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്ത് ട്രിപ്പിനൊക്കെ പോയി ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കുറച്ചധികം ആൾക്കാരെ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ പാഷനാണ് ഈ വ്യക്തിക്ക് വലുത്. ഫിനാൻഷ്യൽ, പാഷൻ, ഫാമിലി, ഈ വ്യക്തിയുടെ സന്തോഷം, ഹാപ്പിനെസ്, മറ്റുള്ള കാര്യങ്ങളൊന്നും ചിന്താഗതിയൊന്നുമില്ല. സെക്സ് അങ്ങനത്തുള്ള സംഭവമൊന്നും ആഗ്രഹമുള്ളതായിട്ടൊന്നും കാണുന്നില്ല. ഓർണമെന്റ്സ്, മെറ്റീരിയൽ ലൈഫ്, ഫെയിം, ആൾക്കാരുടെയൊക്കെ ഒരു എനർജി, ആൾക്കൂട്ടത്തിൽ നിന്ന് സംസാരം, അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരാളായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഏഞ്ചൽ കാർഡും കൂടെ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം നിങ്ങളുടെ. ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് നിങ്ങളെ ട്രസ്റ്റ് വേണം എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് മേ ബി നിങ്ങളുടെ അടുത്ത് വ്യക്തി വന്ന് എന്തെങ്കിലും കോംപ്രമൈസ് ആവാൻ ചാൻസ് ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. കോംപ്രമൈസ് ടോക്ക് നടക്കും, എന്ത് റിലേഷൻഷിപ്പിലും ഒരു കോംപ്രമൈസ് നടക്കും. കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിട്ട് നടക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ എന്തായാലും ഇനി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഐ തിങ്ക് നിങ്ങളോ ആ വ്യക്തിയോ പുതിയൊരു ഡയറക്ഷനിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ഒരു ടൈമിൽ. അടുത്ത ഡയറക്ഷനിലോട്ടോ മാരേജോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബേസിലോ ഒക്കെ പോകാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണാൻ പറ്റുന്നത്. മേ ബി യൂറോപ്പ് കൺട്രീസ് അങ്ങനെ പോകാനുള്ള ചാൻസ് ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആ വ്യക്തി എവിടേക്ക് യാത്ര പോകുന്ന ഒരു ടൈമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അടുത്ത മാരേജ് ഫംഗ്ഷൻ ആയിട്ട് കാണാൻ പറ്റും, മാരേജ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനത്തെ സംഭവങ്ങളായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഇതിന് പുറമെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയിലോട്ട് കാണാം. ഓക്കെ, ബൈ, ടാറ്റ.